കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിവ്യൂവും അൺബോക്സിംഗും ഒക്കെയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 വെബ്സൈറ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോ വെബ്സൈറ്റുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ വെബ്സൈറ്റുകളിലുള്ളത്. നമുക്ക് ഓരോ വെബ്സൈറ്റുകളായിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യത്തെ വെബ്സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ദി ഇന്റർനെറ്റ് മാപ്പ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കുറെ ഡോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഡോട്ട്സ് കാണുന്നു. അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ കുറെ ഡോട്ട്സ് ഉണ്ട്. ചില ഡോട്ട്സ് വലുതാണ്, ചിലത് ചെറുതാണ്. അപ്പോൾ ഈ ഡോട്ട്സിനുള്ളിലാണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡോട്ട്സിന്റെ സൈസ് അനുസരിച്ച് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഡോട്ടാണ് ഈ കാണുന്നത്. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇത് ഏത് വെബ്സൈറ്റ് ആണ്. അതായത് ഇപ്പോൾ ലോകത്തിലുള്ളതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങളുടെ കാണാൻ സാധിക്കും google.com ആണ്. ഇതാണ് വേൾഡിലെ 1ാം റാങ്കിലുള്ള വെബ്സൈറ്റ്. നമുക്കിനി അതിലും ചെറിയ ഒരു ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ലോഡ് ആവുകയാണ്. നമുക്ക് നോക്കാം ഇത് ഏത് വെബ്സൈറ്റ് ആണ്. നോക്കുക, ലോകത്തിലെ 3ാം റാങ്കിലുള്ള വെബ്സൈറ്റ് ആണ് facebook.com. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റുകൾ ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ മറ്റൊരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. 6ാം സ്ഥാനത്തുള്ള വെബ്സൈറ്റ് ആണ് yahoo.com. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റുകളായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മളിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് വെബ്സൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ വലിയ ഡോട്ടുകളിൽ കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ വെബ്സൈറ്റുകളുടെയൊക്കെ ലിങ്ക് നമുക്ക് ഇവിടെ ഒന്ന് ലഭിക്കും. ഇനി നമ്മളുടെ ലിസ്റ്റിലുള്ള 2ാമത്തെ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. എസ്എ ടൈപ്പർ. എസ്എ ടൈപ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള എസ്എ ടൈപ്പ് ചെയ്യണം. നമ്മൾ ആ കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഒരു പുതിയ പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പുതിയ പേജ് ഓപ്പൺ ആയി. ഇവിടെ നിങ്ങൾക്ക് മെനക്കെട്ടിരുന്ന ഒരു എസ്എ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കീബോർഡിൽ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എസ്എ ടൈപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ യൂട്യൂബിനെ കുറിച്ചാണ് എസ്എ ടൈപ്പ് ചെയ്യാൻ കൊടുത്തത്. നോക്കുക, അതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ മുമ്പ് വെച്ച് നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കരുതും ഇത്ര ഫാസ്റ്റായിട്ട് ഇവന് ടൈപ്പ് ചെയ്യാൻ അറിയാമോ എന്നുള്ള ഒരു സംശയം അവർക്കുണ്ടാവും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഫാസ്റ്റായിട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാരഗ്രാഫായിട്ട് ഇത് ക്രിയേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നോക്കുക, അടുത്ത പാരഗ്രാഫിലൂടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഒരു ബട്ടണിൽ മാത്രമേ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത പാരഗ്രാഫിലേക്ക് ഇത് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വെബ്സൈറ്റ് ആണ്. ഇനി നമ്മളുടെ ലിസ്റ്റിലുള്ള 3ാമത്തെ വെബ്സൈറ്റിലേക്ക് പോവാം. ഈ വെബ്സൈറ്റിന്റെ പേരാണ് ഫേസ് ഓഫ് ഫേസ്ബുക്ക്. ഈ വെബ്സൈറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ എബൌട്ട് സെക്ഷനിൽ ഒന്ന് നോക്കാം. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രൊഫൈൽ, ഈ കാണുന്ന ഒരു സ്ക്രീനിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പ്രൊഫൈലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രൊഫൈലും കാണാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീൻ സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകളുടെ പ്രൊഫൈൽ ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. നോക്കുക, നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രൊഫൈലാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഫൈലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഫോട്ടോയിൽ നിന്നും ഏത് പ്രൊഫൈലിലേക്കും എത്താൻ സാധിക്കും. നോക്കുക, ഈ കാണുന്ന ഈ ചെറിയ ഡോട്ടുകളെല്ലാം തന്നെ ഓരോ ഫേസ്ബുക്ക് പ്രൊഫൈലുകളാണ്. ഇത് നമ്മൾ സൂം ചെയ്യുമ്പോൾ അത് നമുക്ക് വലുതായിട്ട് ലഭിക്കും. ഈ വെബ്സൈറ്റിന്റെ ഒരു ഉദ്ദേശം ലക്ഷക്കണക്കിന് പ്രൊഫൈലുകൾ ഒരു ചെറിയ പേജിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ വെബ്സൈറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിന്റെ
ലൈവ് കൗണ്ടിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇവിടെ ഒന്നും ഒരു പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. ഞാൻ എന്തായാലും അത് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നത് ഇത് ഫേസ്ബുക്കിൽ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള 4ാമത്തെ വെബ്സൈറ്റിലേക്ക് പോവാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത ഇതിൽ ഒരു അന്തമില്ലാതെ സൂം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിലൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സൂം ആയിക്കൊണ്ടിരിക്കും. ഇതിനൊരു എൻഡില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈ വെബ്സൈറ്റിലെ zoomkit.org എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എത്ര നേരം ഈ വെബ്സൈറ്റിൽ നോക്കിക്കൊണ്ടിരുന്നാലും ഇതിങ്ങനെ സൂം ആയിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിൽ നോക്കിയിരിക്കാം. ഞാൻ കുറേ നേരം ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇങ്ങനെ ഇരുന്നു. കാരണം ഇത് എവിടെയെങ്കിലും പോയി ഒന്ന് അവസാനിക്കുമോ എന്നറിയാൻ വേണ്ടി. എന്നാൽ ഇതിനൊരു എൻഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കാണാൻ സാധിക്കും, സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ വെബ്സൈറ്റ് ഇങ്ങനെ സൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, നമ്മൾ മൗസ് ഉപയോഗിച്ച് സൂം ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സൂം ആയിക്കൊണ്ടിരിക്കും. നമ്മളിതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സൂം ആവുന്നുണ്ടെങ്കിലും ഇതിൽ വന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് സൂം ആവുന്നുണ്ട്. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ സൂം ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് എപ്പോഴും ഈ വെബ്സൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള 5ാമത്തെ വെബ്സൈറ്റിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ എന്താണ് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ കർസർ നമ്മൾ ഏത് ഭാഗത്തേക്ക് കൊണ്ടിരുന്നു ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഉള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ നമ്മൾ കർസർ വെച്ചിരിക്കുന്ന ഭാഗത്ത് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ്. ഞാനിവിടെ ഒന്ന് കർസർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. നോക്കുക, ഇനി ലോഡായി വരുന്ന ഫോട്ടോ നിങ്ങളുടെ കാണാൻ സാധിക്കും. ഞാൻ കർസർ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് ആ വിരൽ ചൂണ്ടിക്കൊണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ തെളിഞ്ഞു വന്നിരിക്കുന്നത്. നമുക്ക് കർസർ വീണ്ടും ഒന്ന് മാറ്റി വെച്ച് നോക്കാം. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ആണോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കർസർ വെച്ചിരിക്കുന്ന ഭാഗത്ത് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഫോട്ടോസാണ് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത്. ഇത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെബ്സൈറ്റുകൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഏതാണ് അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത വെബ്സൈറ്റുകൾ പരിചയപ്പെടുന്ന വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ പറ്റാത്തവർ കുറഞ്ഞ പക്ഷം ഒരു ലൈക്കെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വരുന്ന ലൈക്ക് നോക്കിയതിന് ശേഷം ഇതേപോലെയുള്ള ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 വെബ്സൈറ്റുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.